കെട്ടേണ്ട ഞാൻ തന്നെ കെട്ടിക്കാൻ കൂട്ടുന്നു വേണ്ടാഞ്ഞിട്ടല്ല, എന്റെ ദേവന് എനിക്ക് വേണ്ടാഞ്ഞിട്ടല്ല. ആശിക്കാനും അവകാശപ്പെടുത്തി വെക്കാനും യോഗ്യതയില്ലെന്ന് 1000 വട്ടം എല്ലാവരും പറഞ്ഞിട്ടാ. പിന്നെ എന്റെ മനസ്സ് പറഞ്ഞിട്ടാ നിന്റെ ജീവിതത്തിന് ഞാനൊരു തടസ്സമാവണ്ടെന്ന് വെച്ചിട്ടാ. വേണ്ട, അതൊന്നും എന്നോട് പറയണ്ട. തീർന്നു, എല്ലാ തടസ്സങ്ങളും ഇന്നത്തോടെ തീർന്നു. തീർത്തിട്ടാ ഞാൻ വന്നത്. നാഴിക്ക് 40 വട്ടം പറയുന്ന ഭഗവതി ഇല്ലേ അവിടെ? അവിടെ കൊണ്ടുപോയി ഒരു നൂലിന്റെ കഷ്ണം എന്റെ കഴുത്തിലിട്ടിട്ട് കൊണ്ടുപോയിക്കോ. എങ്ങോട്ടാണെന്ന് വെച്ചാ ആ പേട്ടൻ തീയില് പഴുത്തിരുമ്പിലടിക്കാറുള്ളൂ. ആ പേട്ടന്റെ കാര്യത്തിലേ ഭഗവതി പോലും പച്ചരിമ്പിലടിക്കണേ. വേദനിപ്പിക്കാൻ, വെറുതെ വേദനിപ്പിച്ച് അടിച്ച് രസിക്കാൻ. വേറെ ഒന്നും ആക്കാനല്ല, ഒന്നും ഉണ്ടാക്കാനും അല്ല. ഇനി ഒരാൾ എന്നെ ചോദിച്ച് ഇങ്ങോട്ട് വന്നൂടാ. നീ എന്നോട് പറഞ്ഞു ഇവളെ വേണ്ടാന്ന് വെക്കണമെങ്കിൽ ഒരാൾക്ക് ഭ്രാന്താവണമെന്ന്. എന്ന് വെച്ചാ നീ ഭ്രാന്തനായതുകൊണ്ട്, നിനക്ക് വേണ്ടാത്തോണ്ട് എന്റെ ചുമലില് നിന്റെ ഈ വിഴുപ്പ് കെട്ടിവെക്കാൻ അല്ലടാ. എനിക്ക് ഇപ്പൊ ഒന്ന് ഭ്രാന്തായാലോ അപ്പുണ്ണി, ഈ ഒരുമ്പട്ടോളെ വേണ്ടാന്ന് വെക്കുന്നതിന് മുമ്പുള്ള ഭ്രാന്ത്. കൂടെ നടന്ന് ചതിക്കായിരുന്നല്ലടാ കള്ളം നായേ. എനിക്ക് അറിയില്ലെന്നെ. 13 വയസ്സിൽ തുടങ്ങിയ മരണാണെന്റെ പ്രാന്ത്. അത് പൂർത്തിയാക്കാൻ നീ ഒരുത്തനെ കുന്നു കയറി വന്നിണ്ടെങ്കിൽ അപ്പുണ്ണി ഉണ്ടോടെ നീ ഉണ്ടാവണം, ഉണ്ടായിരിക്കണം കേട്ടോ. ഞാനുണ്ടോ ഇവിടെ? നിങ്ങളെ രണ്ടിനെ കൺമുന്നിൽ കണ്ടോണ്ടിരിക്കണം. എനിക്ക് കൊതി തീരുവോളം കണ്ടോണ്ടിരിക്കണം തപ്പാന്. തമ്പാങ്കുഞ്ഞൊരു പെണ്ണ് കാണാൻ പോയി, അവൾക്ക് ഇഷ്ടമല്ലാന്ന് പറഞ്ഞു വിട്ടുകളാ പുല്ല്. അല്ല, ഇതങ്ങനല്ല. വെറുതെ ഒരു പെണ്ണ് കാണാൻ പോയതല്ല. ഞാൻ അവളെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു, ആഗ്രഹിച്ചു. കണ്ണി കണ്ടതെല്ലാം ഞാൻ അവക്ക് വേണ്ടി വാങ്ങിക്കൂട്ടി. എന്നിട്ട് ആ ഒരുമ്പട്ടോളന്റെ മുഖത്താട്ടി ഞാൻ കൊണ്ടുവന്ന് എല്ലായിടത്തും വലിച്ചെറിഞ്ഞു. അവൾ അപ്പുണ്ണിയുടെ പറയിപ്പിക്കേണ്ട എന്നെ കൊണ്ടൊന്നും. ഇത്രയും നാൾ അവൻ വച്ചുകൊണ്ടിരുന്ന പെണ്ണിനെ എന്ന് വെച്ചാ അവൻ ചവച്ചു തുപ്പിയ എച്ചില് എന്നെ കൊണ്ട് തീറ്റിക്കാൻ മാത്രം ബുദ്ധി അവനുണ്ടായെങ്കിൽ വീട്ടില്ല ഞാൻ അവനെ. തമ്പാനെ അവൻ അറിഞ്ഞൂടാ. തമ്പാനെ ആർക്ക് ശരിക്കും അറിഞ്ഞൂടാ. എനിക്കറിയാം മോന്റെ വിഷമം ഈ വിക്രമേട്ടന് മനസ്സിലായി. പാക്കരാ നമ്മുടെ കസ്റ്റഡിയിൽ മറ്റൊരു പീസ്. വേണ്ട 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 തമ്പാങ്കുഞ്ഞെ, മോന് നല്ല ഫ്രഷ് സാധനത്തിന് ഈ വിക്രമേട്ട സംഘടിപ്പിച്ചു തരാം. എന്തേ വേണ്ട വിക്രമേട്ട, ഈ കൈവെള്ളയിൽ ഒരു രേഖയുണ്ട്. എനിക്കുള്ളതാണെങ്കിൽ അത് മറ്റാരും കൊണ്ടുപോകില്ല. തമ്പാങ്കുഞ്ഞെ, തനിക്കിന്ന് സാമാന്യ തെറ്റില്ലാത്തൊരു വരുമാനമുണ്ട്, ആരോഗ്യവും വാത്സാധീനവും ഒക്കെ ഉണ്ട്. താൻ പറ, നല്ല കിളികിളി പോലത്തെ പെൺപിള്ളേരുണ്ട്, നമുക്ക് ആലോചിക്കാം. വെറുതെ എന്തിനീ ഡാമേജ് കേസുകളൊക്കെ. അവള് പോക്ക, നീ പൊറുക്ക്. പൊറുക്കൂല, പൊറുക്കൂല തമ്പാൻ. വയ്യായിക വല്ലതും ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ പുണ്ണിങ്ങനെ അത്യുത്ഥാനം ചെയ്യുന്നേ? എനിക്ക് വയ്യായിക വരാന്ന് പറഞ്ഞാൽ ഓണം വിഷുവൊക്കെ വരുന്ന പോലെയല്ല കുഞ്ഞിരാമേട്ടാ. അതൊരു ഹര. കുറച്ചു കാലത്തേക്ക് എന്റെ ഫീസ് പോയാലും 2 വീടും അവിടെ സ്വയബുദ്ധിയുള്ള കുറച്ച് മനുഷ്യരുണ്ടേ. അവറ്റകൾ കഷ്ടപ്പെടരുത്. എന്തേ തെറ്റുണ്ടോ? തെറ്റില്ല, എന്നാൽ ഉറക്കം കളഞ്ഞുള്ള ഈ പണി. എന്നാലും ഇതിത്തിരി കൂടിപ്പോയി അല്ലടാ. ഇത്രയും നാളും കൊത്തിത്തിന്നതിന്റെ ബാക്കി കൂട്ടുകാരനെന്നും പറഞ്ഞു കൊണ്ടു നടന്ന ഒരുത്തന്റെ പെടലിക്ക് വെക്കാൻ നോക്കിയത്. അതിന് കണക്കായിട്ട് ഒരുത്തം വന്ന് വീണപ്പോ
ഒന്ന് വച്ചടിച്ച് നോക്കിയതാ, പക്ഷേ ചീറ്റിപ്പോയി. നിന്റെ ദേവുവിന്റെ വകയിലൊരു അമ്മാവല്ലേ, എന്നിട്ട് നിന്റെ നാക്കുകൊണ്ട് തന്നെ അവളെ കുറിച്ച് തോന്നിയാസം പറയലടാ തന്തയ്ക്ക് പറക്കാത്ത നായി. നിന്റെ ഭ്രാന്ത് ഞാൻ മാറ്റും. എന്നെ പറഞ്ഞോട്ടെ, ആ പെൺകുട്ടിയെ പറഞ്ഞോണ്ടല്ല അറക്കും ഞാൻ, അറക്കും. വൈദ്യരെ അല്ല, ഒന്നും ഉണ്ടായിട്ടല്ല, എന്നാലും വൈദ്യരെ ഒന്ന് പോയി കാണണോ നമുക്ക്? അങ്ങാടി നാരിയിലും തൊള്ളേ തോന്നിയത് പറഞ്ഞാൽ ഉടനെ വൈദ്യരുടെ അടുത്ത് പോയി എന്തു പറയാനാ കുഞ്ഞിരാമേട്ടാ? അച്ചുട്ടിനും കൂട്ടരും മനസ്സിലെ കുഷ്ഠത്തിന് കഷായം ഉണ്ടോന്ന് ചോദിക്കാനോ? കുഞ്ഞിരാമേട്ടനറിയോ, പറഞ്ഞതൊക്കെ തിരുത്തി പറയാൻ തമ്പാന്റെ വീട്ടിൽ കയറി ചെന്നാൽ ഞാൻ അവനോട് ദേവിനെ കെട്ടാൻ പറഞ്ഞ് ഞാൻ ചെയ്ത തെറ്റാ. അതിന് മാപ്പും പറഞ്ഞ് മറന്നേക്കത്, അവൾ ആരുടെ കൂടെയും വരില്ലെന്ന് പറയാൻ ചെന്നപ്പോ അവന്റെ വീടൊരുങ്ങി, മനസ്സൊരുങ്ങി. പിന്നെ എന്താ പറയാ കുഞ്ഞിരാമേട്ട? ഏതുലയിലെ തീയില എന്നെ വേവിക്കണതാവോ ഭഗവതി. ആയിക്കോട്ടെ ആയിക്കോട്ടെ.